പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഭാര്യയുടെ അനിയത്തെയും കൊണ്ട് ചേട്ടൻ ഒളിച്ചോടി എന്നുള്ള വീഡിയോ എല്ലാവരും കണ്ടിരിക്കും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒളിച്ചോടിയ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരികയും അവരാദ്യം വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം അവരുടെ നല്ല മനസ്സുണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും നല്ല മനസ്സുകൊണ്ട് ഇവൾ ഇനി എവിടെ തെരുവിൽ തെണ്ടിത്തെരിഞ്ഞ് നടക്കുമെന്ന് വിചാരിച്ചിട്ട് പാവങ്ങൾ വീട്ടിനകത്ത് പിടിച്ച് കയറ്റുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു അമ്മ വയറ്റിൽ പിറന്ന സ്വന്തം ചേച്ചിയെ ചതിച്ചും കൊണ്ടാണ് അവൾ ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് നാട് വിട്ടത്. നാട് വിടാൻ പോയിട്ടോ എന്തായി? ദൈവം അവളെ വെറുതെ വിട്ടോ? അതാണ്, ഒരാൾ ചതിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് തന്നെ എന്നായിരുന്നാലും തിരിച്ചടിക്കുമെന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ്. കാരണം ഇവള് പണ്ട് ഉള്ളവർ പറയും, പണ്ടൊക്കെ പിന്നെ ഇപ്പം കൈയുടനെയാണ് ഓരോ തിരിച്ചടികളും കിട്ടുന്നത്. അതുപോലെ അവൾ ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് പോയിട്ട് അവൻ ഒരു റൂം ഗുരുവായൂർ തന്നെ അവിടെ ഇവിടെ ഒരു റൂം എടുക്കുകയും അവർ 1-2 ദിവസം അവിടെ ഒന്നിച്ച് കഴിയുകയും അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ ഇട്ടേച്ച് പോയി. എന്നാൽ ഈ പൊട്ടി പെണ്ണ് വിചാരിക്കണ്ടേ, എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ച ആളാണ്, എൻ്റെ ചേച്ചിയെ ചതിച്ച് എന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. എൻ്റെ ചേച്ചിയെ ചതിച്ചിട്ട് എന്നെ കൊണ്ടുപോയി നോക്കാൻ എന്നൊക്കെ പറയുന്ന ഇയാളെ എത്രത്തോളം ഞാൻ വിശ്വസിക്കണമെന്ന് അവൾ ചിന്തിച്ചില്ല. അതാണ് വേറൊരു കാര്യം. അതുമാത്രമല്ല, ഇവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അയാൾ ആ വീട്ടിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 4 വയസ്സെന്ന് പറയുമ്പോൾ ഇവൾ എത്ര പൊടി കുഞ്ഞാണെന്നുള്ളത്. 4 വയസ്സ് മുതൽ ഈ വൃത്തികെട്ട ഈ പരമ നാറി ആ കൊച്ചിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അന്ന് ആ കുട്ടിക്ക് അറിവില്ലാത്ത കാലം, അത് ആരടുത്ത് പറഞ്ഞതുമില്ല, മിണ്ടിയതുമില്ല. അതൊരു പക്ഷേ അതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിൻ്റെ ചേച്ചിയെ നോക്കിക്കോളാം, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ആ കുട്ടിയെ എടുത്ത് കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കി അവസാനം അവൾക്ക് 19 വയസ്സും ആയപ്പോഴത്തേക്കും അവർ ഭയങ്കര ഒരു പ്രണയത്തിലായി. അവൾ വളർന്ന് വലുതായി നല്ലൊരു പെൺകുട്ടി, അതായത് നല്ലൊരു മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാവാനായിട്ട് അവൻ കാത്തിരുന്നു. അതുമാത്രമല്ല, അവൻ തന്നെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, അവൻ്റെ ഭാര്യയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ തെളിവുകളും ഉണ്ടെന്ന്. എന്നാൽ ഈ ഭാര്യ അവൾക്ക് എങ്കിലും കുറച്ച് ഒന്ന് ചിന്തിച്ചുകൂടെ? അവൾക്ക് 2 മക്കളുണ്ട്, അതിലൊരാൾ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്കൊന്ന് ചിന്തിച്ചെടുത്തൂടെ? ഇയാൾ ഇത്ര വൃത്തികെട്ട സ്വഭാവം ഉള്ളവനാണ്, ഇവനെ ഇനി ഈ വീട്ടിൽ വെച്ച് വാഴിക്കുന്നത് ശരിയല്ല, എൻ്റെ അനിയത്തിയുമായിട്ട് ഇയാൾ ഇങ്ങനത്തെ റിലേഷനൊക്കെ ഉണ്ടെന്ന് അവൾക്ക് അറിയാമെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുത്തന്നെ എന്തിന് ഇവൾ വീട്ടിൽ വെച്ച് വാഴിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വീട്ടിൽ ഉള്ളവൻ്റെ സ്വഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അടിച്ചു കളയുക വേണം ചെയ്യുക. അല്ലാതെ ഇവനെ എൻ്റെ ഭർത്താവാണ്, അവൻ എന്ത് ചെയ്താലും ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തനെ ഇവൾ എന്തിനാ വീട്ടിലിട്ട് വാഴിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് എല്ലാം ചെയ്തതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വീഡിയോയും കൂടെ എടുത്തിട്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയൊരു മോഡലാണ്, ഒളിച്ചോട്ടം ലൈവിലൂടെ എന്നുള്ളത്. ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു ലൈവ് ഒളിച്ചോട്ടം. അതായത് ഒളിച്ചോടുമ്പോഴത്തേക്കും ഗ്രൂപ്പ് വഴി നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്ന പുതിയൊരു ട്രെൻഡാണ്. അവൻ്റെ ആവശ്യവും കഴിഞ്ഞു, അവളെ കയ്യിലിരുന്ന കാശും പോയി, അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും വിറ്റ് അവളെ അവിടെ ആക്കിയിട്ട് മുങ്ങി. അവസാനം എന്ത് പറ്റി? ആർക്കും നഷ്ടപ്പെട്ടു? അവൾക്കും നഷ്ടപ്പെട്ടു. നിങ്ങളൊരു കാര്യം വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അവൾ രണ്ടാമതിട്ട വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അവൾ കല്യാണം ആലോചിച്ച് വെച്ച് ആ പയ്യൻ പുടവയൊക്കെ കൊടുത്തിട്ട് പോയ അന്ന് രാത്രിയാണ് ഇയാളെയും കൊണ്ട്, ഈ ചേട്ടനെയും കൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടുന്നത്. ഇവൾക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണ്ടാന്നുണ്ടെങ്കിൽ ഇവനുമായിട്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൾ മറ്റൊരു പയ്യൻ്റെ ജീവിതം കൂടെ ഇല്ലാതാക്കാൻ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് ഇങ്ങനെ ഒരു ശരിക്കും ഇത് പ്രണയമെന്നൊന്നും അല്ല പറയേണ്ടത്, ഇതിനൊക്കെ വേറെ പേരാണ് പറയേണ്ടത്. ശരിക്കും അവൾ
അവൻ്റെ പുറകെ കാമഭ്രാന്തെടുത്ത് ഓടിയതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. എന്തായാലും കൊള്ളാം, നല്ല പരിപാടി തന്നെയാണ്. അവസാനം അവളുടെ ചേച്ചിയുടെ ജീവിതവും പോയി, ആ 2 കുഞ്ഞു മക്കളുടെ ജീവിതവും പോയി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ നാണം കെട്ട് അവസാനം തല ഉയർത്തി നടക്കാൻ പറ്റാതായപ്പോൾ അവൾ പുതിയൊരു ഐഡിയ ഇട്ടു. വേറൊന്നുമല്ല, മുസ്ലിം മതത്തിലേക്ക് ചേരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ചെന്ന ഉടനെ മുസ്ലിം മതത്തിലേക്ക് ഇവർക്ക് ചേരാൻ പറ്റും. അതും ഇമാതിരി നാറിയ പരിപാടി കാണിച്ചിട്ട് അവൾ മുസ്ലിം മതം സ്വീകരിക്കാൻ പോകുന്നു. ഇവൾ മുസ്ലിം മതം സ്വീകരിക്കാൻ പോയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. മുസ്ലിം മതം സ്വീകരിക്കുമ്പോഴത്തേക്കും അഥവാ ആ മതത്തിലോട്ട് ചേരുമ്പോൾ ഇവർക്ക് പർദ്ദയിട്ടുകൊണ്ട് നടക്കാമല്ലോ. അപ്പോൾ കണ്ണ് മാത്രം വെളിയിൽ കാണിച്ചാൽ മതിയല്ലോ. നാണം കെട്ടവർക്ക് ഇനി ആ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ച് മുസ്ലിം മതം സ്വീകരിച്ച് പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് മുഖം മറിച്ച് നടക്കാം, ആരും ഒന്നും പറയില്ല. മറ്റത് ഓരോരുത്തരും പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ അതും ഇതും പറയും. ഇതാകുമ്പോഴത്തേക്ക് ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ ഉള്ള ഐഡിയകളും കൊണ്ടൊക്കെയാണ് മുസ്ലിം മതം സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടൊക്കെ നടന്നത് അവൾ. ആ കുടുംബത്തെ നശിപ്പിച്ചും കൊണ്ടാണ് അവളിപ്പോൾ നിൽക്കുന്നത്. ചേച്ചിയുടെ ജീവിതവും തൊലച്ചു, അവൾക്കും ഒരു ജീവിതം ഉണ്ടാവാതെ ആകെപ്പാടെ നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആ കുടുംബം ജീവിക്കുന്നത്. എന്തായാലും തിരിച്ചു വന്ന അവളെ ആദ്യം വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടും രണ്ടാമത് അവൾ അലഞ്ഞ് തിരിഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെയൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ വീട്ടുകാർക്ക് തന്നെ സഹിക്കാൻ വയ്യാതെ അവസാനം അവളെ വീട്ടുകാർ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തു.